A charge q is located at the center of a cube. The electric flux through any phase is. ഈ ഒരു ചോദ്യത്തിന് നമുക്ക് ആൻസർ കാണാനായിട്ട് ഗോസ് ലോ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. ഗോസ് ലോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗോസ് തിയറം എന്ന് പറയുന്നത് നമുക്കൊരു ക്ലോസ്ഡ് സർഫസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ക്ലോസ്ഡ് സർഫസിൻ്റെ ഉള്ളിൽ ഒരു ചാർജ് ക്യൂ ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്നും ആകെ പുറത്തേക്ക് വരുന്ന ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ അളവ്, ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ അളവിനെ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് phi is equal to 1/epsilon 0 q അല്ലെങ്കിൽ q/epsilon 0 എന്ന് പറയാം. ഇതാണ് ആകെ ഉള്ള അല്ലെങ്കിൽ ടോട്ടൽ ഫ്ലക്സ് ഒരു ക്ലോസ്ഡ് സർഫസിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. അതിൻ്റെ ഉള്ളിൽ ക്യൂ എന്ന് പറയുന്ന ഒരു ചാർജ് ഉണ്ടെങ്കിൽ, ഇനി നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ബോക്സ് ആണ്. അപ്പോൾ ആ ബോക്സിന് നമുക്കറിയാം 6 ഫേസസ് ഉണ്ടാവും. ഈ ബോക്സിന് 6 ഫേസുകൾ ഉണ്ടാവും. അപ്പോൾ ഈ 6 ഫേസിൽ നിന്നും ടോട്ടൽ പുറത്തേക്ക് വരുന്ന ഇവിടുന്ന് വരുന്നുണ്ട്, അതേപോലെ ഈ ഫേസിൽ നിന്ന് പുറത്തേക്കുണ്ട്, അപ്പുറത്തെ ഫേസിൽ നിന്ന് അങ്ങോട്ടുണ്ട്, ബാക്കിലത്തെ ഫേസിൽ നിന്ന് അങ്ങോട്ടുണ്ട്, മുകളിലത്തെ ഫേസിൽ നിന്ന് ഇങ്ങോട്ടുണ്ട്, ഫ്രണ്ടിലെ ഫേസിൽ നിന്ന് ഇങ്ങോട്ടുണ്ട്. എല്ലാ ഫേസിൽ നിന്നും കൂടെ പുറത്തേക്ക് വരുന്നതാണ് ടോട്ടൽ ഫ്ലക്സ് ആണെന്ത് 1/q/epsilon 0 എന്ന് പറയുന്നത്. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താ, ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് a charge q is located at the center of a cube. The electric flux through any phase, ഏതെങ്കിലും ഒരു ഫേസ് കൂടെ എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ ഫേസിലും കൂടെ ഇതിൻ്റെ സെൻറ്ററിലാണ് നമ്മുടെ ചാർജ് വെച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാ ഫേസിൽ കൂടെയും ഈക്വൽ ആയിട്ടായിരിക്കും പോവുക, കറക്റ്റ് സെൻറ്ററിലാണ്. അപ്പോൾ എല്ലാ ഫേസിൽ കൂടെയും ഇലക്ട്രിക് ഫ്ലക്സ് പുറത്തേക്ക് പോകുന്ന ഈക്വൽ ആയിട്ടായിരിക്കും. അപ്പോൾ ഒരു ഫേസിലുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ആകെ 6 ഫേസ് ഉണ്ട്. സോ ഈ കിട്ടിയിട്ടുള്ള ഫ്ലക്സ് ഡിവൈഡഡ് ബൈ 6 ചെയ്താൽ മതി. എന്ന് പറയുമ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടുക, q/6/epsilon 0 എന്നുള്ളതാണ്. അപ്പോൾ ഓപ്ഷനിൽ നമ്മൾ നോക്കുന്ന സമയത്ത് അങ്ങനെ ഒരു വാല്യൂ ഉണ്ടോ നോക്കുക. പക്ഷെ ഇവിടെയൊക്കെ തന്നിട്ടുള്ളത് q/6/epsilon 0 എന്ന് പറയുന്ന ഒരു വാല്യൂ ഇവിടെ കാണാനില്ല. പകരം ഈ രൂപത്തിലാണ് 4π/q/4π/epsilon 0. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 4π ക്യാൻസൽ ചെയ്യാം. ഇവിടുത്തെ 4π ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എന്താ കിട്ടുന്നത്, q/epsilon 0 എന്നാണ്. അത് ടോട്ടൽ ഫ്ലക്സ് ആണ് കമ്മിങ് ഔട്ട് ഓഫ് ദ ക്യൂബ് എന്ന് പറയും. ഇവിടെയാണെങ്കിലോ, ഇവിടെ 4π ക്യാൻസൽ ചെയ്താൽ q/6/epsilon 0 എന്നുള്ള കാര്യം കിട്ടി. സോ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി 2π മറ്റൊന്നും അങ്ങനെ കൃത്യമായിട്ട് കിട്ടില്ല. ഇവിടെയൊക്കെ 2π, ഇവിടെ 2 ഉണ്ടാവും. അപ്പോൾ q/2/epsilon 0 ആണ്. ഇവിടെ 4π, അതേപോലെ തന്നെ ഇവിടെ 2π, ഇവിടെ 2 ബാക്കി ഉണ്ടാവും. q/12/epsilon 0 എന്നാണ്. അപ്പോൾ കറക്റ്റ് ആയിട്ട് ആൻസർ വരുന്നത് ഏതാണ്, q/6/epsilon 0 എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ പറയാതെ ഈ രൂപത്തിൽ ഇക്വേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അടുത്ത ചോദ്യം 24ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ സിമ്പിൾ ഡി ആണ്, അതുപോലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇ ആണ്, വിത്ത് റിലേറ്റീവ് ആൻഡ് അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി. റിലേറ്റീവ് പെർമിറ്റിവിറ്റിയും അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റിയുടെയും ടേംസിൽ നമ്മൾ ഇതിനെങ്ങനെ കണക്ട് ചെയ്ത് ഇക്വേഷൻ എഴുതും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡി ഈസ് ഈക്വൽ ടു epsilon 0 e എന്നുള്ളതാണ് ഇക്വേഷൻ. epsilon 0 എന്ന് പറഞ്ഞാൽ എന്താ, epsilon e എന്നുള്ളതാണ് ഇക്വേഷൻ. എപ്സിലോൺ എന്ന് പറഞ്ഞാൽ epsilon 0 epsilon r e എന്നുള്ളതാണ്. അപ്പോൾ d ഈസ് ഈക്വൽ ടു epsilon 0 epsilon r e എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒക്കെ ഇയുടെ ടേംസിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇയുടെ ടേംസിൽ പറയുമ്പോൾ ഇ എന്താണ്, ഇ ഈസ് ഈക്വൽ ടു d ഡിവൈഡഡ് ബൈ epsilon 0 epsilon r എന്നുള്ളതാണ്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. d ഈസ് ഈക്വൽ epsilon e ആണ്. എപ്സിലോൺ എന്ന് പറയുന്നത് എന്താണ്, എപ്സിലോൺ എന്ന് പറഞ്ഞാൽ epsilon 0 epsilon r ആണ്. സോ ഇവിടെ അതിന് പകരം ഇത് വെച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇയുടെ ഇക്വേഷൻ എഴുതാം. ഈനെ ഇവിടെ നിർത്തിയിട്ട് epsilon 0 epsilon r അപ്പുറത്തേക്ക് കൊണ്ടുപോയി ഈക്വൽ ടുന്റെ. സോ d ഡിവൈഡഡ് ബൈ epsilon 0 epsilon r. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 25ാമത്തെ ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് ചാർജസ് ഓൺ സർഫസ് ഹാസ് പൊസിഷൻ ബട്ട് നോട്ട് ഡയമെൻഷൻസ്? താഴെ പറയുന്നതിൽ ഏതിനാണ് പൊസിഷൻ ഉണ്ട് പക്ഷേ ഡയമെൻഷൻ ഇല്ല എന്ന് പറയുന്നത്? അപ്പോൾ അതിനകത്ത് ഓപ്ഷൻ തന്നത് ലൈൻ ചാർജ് ആണ്. ലൈൻ ചാർജ്, സർഫസ് ചാർജ്, വോളിയം ചാർജ്, നൺ ഓഫ് ദിസ്. ലൈൻ ചാർജ് എന്ന് പറയുമ്പോൾ ഒരു ലൈനിൽ ഉണ്ടാകുന്ന ഒരു ലീനിയർ ആയിട്ടുള്ള ചാർജാണ്. സർഫസ് ചാർജ് എന്ന് പറഞ്ഞ ഒരു സർഫസിൽ ഉണ്ടാകുന്ന ചാർജാണ്. വോളിയം ചാർജ് എന്ന് പറഞ്ഞ ഒരു വോളിയത്തിൽ ഉണ്ടാകുന്ന ചാർജാണ്. ഇവിടെ ഇതിൽ ഇപ്പോൾ പറഞ്ഞത് എന്താ, അതിന്
ഹാസ് പൊസിഷൻ ബട്ട് നോ ഡയമെൻഷൻ. ഡയമെൻഷൻ ഇല്ലാത്തത് പോയിന്റ് ചാർജ് എന്ന് പറയുന്ന സംഭവമായിരിക്കും. ആ പോയിന്റ് ചാർജ് ഇവിടെ ഓപ്ഷനിലില്ല. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നതിനെല്ലാം എന്തുണ്ട്? ഒരു ലീനിയർ ലൈൻ ചാർജ് എന്ന് പറയുമ്പോൾ ഒരു ലൈൻ അതിന് ലെങ്ത് ഉണ്ടാവും. സർഫസ് ചാർജ് എന്ന് പറയുമ്പോൾ അതിനൊരു ഏരിയ ഉണ്ടാവും. വോളിയം ചാർജ് എന്ന് പറയുമ്പോൾ അതിലൊരു വോളിയം ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഡയമെൻഷൻ ഇല്ലാത്തത് നമ്മൾ ഏതാ പറയാ? നൺ ഓഫ് ദിസ് പോയിന്റ് ചാർജ് ആയിരിക്കും ഉണ്ടാവും. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ഡ്യൂറിംഗ് തണ്ടർസ്റ്റോം എ 50 കൂളോം ചാർജ് ഇസ് ഡിസ്ചാർജ് ബിറ്റ്വീൻ ക്ലൗഡ്സ്. ദ ടൈം ഓഫ് ഡിസ്ചാർജ് ഇസ് 20 മില്ലിസെക്കൻഡ്. ഡിറ്റർമൈൻ ദ ലൈറ്റ്നിങ് കറണ്ട്. അപ്പോൾ ലൈറ്റ്നിങ് കറണ്ട് കണ്ടുപിടിക്കാനാണ് ഇവിടെ ഇക്വേഷൻ തന്നിട്ടുള്ളത്. അപ്പോൾ തണ്ടർസ്റ്റോം ആണ്. തണ്ടർസ്റ്റോം എന്ന് പറയുന്നത് എന്താ? തണ്ടർസ്റ്റോമിന്റെ ഇടയിൽ 50 കുളൂം ചാർജ് ഡിസ്ചാർജ് ആയിട്ടുണ്ട് രണ്ട് ചാർജുകൾക്കിടയിൽ, രണ്ട് ക്ലൗഡുകൾക്കിടയിൽ. അപ്പോൾ നമ്മൾ രണ്ട് ക്ലൗഡുകൾ വരയ്ക്കുക. ഇവിടെ ഒരു ക്ലൗഡ് ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെ ഒരു ക്ലൗഡ് ഉണ്ട്. ആ ക്ലൗഡിന്റെ ഇടയിൽ നിന്ന് എത്ര ചാർജാണ് ഡിസ്ചാർജ് ആയിട്ടുള്ളത്? 50 കുളൂം ചാർജാണ് അല്ലേ? 50 കുളൂം, 15 കൂളംബ് അല്ലേ? 15 കുളൂം ചാർജാണ്. അപ്പോൾ ചാർജിന്റെ ഇക്വേഷൻ Q ഈസ് ഈക്വൽ ടു 50C കുളൂം എന്നുള്ളത് കിട്ടി. ഇനി എന്താ ചോദിച്ചിട്ടുള്ളത്? ഇനി പറഞ്ഞിട്ടുള്ളത് ദ ടൈം ഓഫ് ഡിസ്ചാർജ് ഇസ് 20 മില്ലി സെക്കൻഡ് ആണ്. അപ്പോൾ ടൈം ഓഫ് ഡിസ്ചാർജ് എന്ന് പറയുന്നത് 20 മില്ലി. മില്ലി എന്ന് പറഞ്ഞാൽ 10⁻³ അല്ലെങ്കിൽ മില്ലി തന്നെ എടുക്കാം, മില്ലി സെക്കൻഡ്. ഓക്കെ, നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താ? നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഡിറ്റർമൈൻ ദ ലൈറ്റ്നിങ് കറണ്ട്. കറണ്ട് എത്രയാണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ചാർജ് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നുണ്ട്. ചാർജ് ഡിസ്ചാർജ് ആവുന്ന പറഞ്ഞാൽ ഇതിലേക്ക് കൂടെ ഫ്ലോ ചെയ്യുന്ന ചാർജാണ്. ആ ചാർജ് ഫ്ലോ ചെയ്യാൻ എടുക്കുന്ന സമയമാണ് 20 അല്ലേ? അത് 2 ആണോ? എത്രയാണ് തന്നിട്ടുള്ളത്? 20 മില്ലി സെക്കൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ അറിയാം. I ഈസ് ഈക്വൽ ടു dQ/dt ആണ്. കറണ്ട് കാണാനുള്ള ഇക്വേഷൻ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജ്. അതായത് ഇത്ര ഒരു സെക്കൻഡിന്റെ ഉള്ളിൽ ഒരു പോയിന്റ് കടന്നു പോകുന്ന ചാർജുകളുടെ എണ്ണം, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? കറണ്ട് എന്ന് പറയാം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കറണ്ട്. അപ്പോൾ ഇലക്ട്രിക് കറണ്ട് കാണാനായിട്ട് നമുക്ക് ഇത് ചെയ്താൽ മതി. അപ്പോൾ DQ എന്ന് പറയുന്നത്, ചേഞ്ച് ഇൻ ചാർജ് എന്ന് പറയുന്നത് എത്രയാണ്? 50 കുളൂം ചാർജ് ആണ് അതുവഴി പാസ് ചെയ്യുന്നത്. സോ 50 ഡിവൈഡഡ് ബൈ dt. ടൈം എത്ര ടൈം എടുത്തിട്ടാ? 20 മില്ലി സെക്കൻഡ് ആണ്. 20 × 10⁻³ ആണ്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്? 50 10⁻³ മുകളിലേക്ക് പോകും. 50 × 10³ ഡിവൈഡഡ് ബൈ 20. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് 0യും 0യും പോവും. 5/2 എന്ന് പറയുന്നത് എത്രയാണ്? 2.5. 10³ എന്ന് പറഞ്ഞാൽ കിലോ ആണ്. കറണ്ട് ആണ് ചോദിച്ചിരിക്കുക. അപ്പോൾ അതിന്റെ യൂണിറ്റ് ആംപിയർ ആണ്. സോ 2.5 കിലോ ആംപിയർ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അല്ലെങ്കിൽ 2500 ആംപിയർ എന്ന് വേണമെങ്കിലും പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കുക. 2.5 കിലോ ആംപിയർ, 2.5 മെഗാ ആംപിയർ ഉണ്ട്. മെഗാ അല്ല, കിലോയാണ്. സോ ആൻസർ ഇത് എഴുതാതിരിക്കുക. ഓപ്ഷൻ ഏതാണ്? ഡി ആണ്. നൺ ഓഫ് ദിസ് ആണ്. 2.5 കിലോ ആംപിയർ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ക്ലൗഡിനൊക്കെ വെച്ച് ആപ്ലിക്കേഷൻ ലെവലിൽ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് ഇക്വേഷൻ? കറണ്ട് കാണാൻ പറഞ്ഞാൽ ചാർജ് തന്നിട്ടുണ്ട്, അതേപോലെ അതിനടുത്ത് സമയം dt, ചേഞ്ച് ഇൻ ടൈം ആണ്, ചേഞ്ച് ഇൻ ചാർജ് ആണ്. അപ്പോൾ I എന്ന് പറയുന്നത് കാണാൻ ഡയറക്റ്റ് ഇക്വേഷൻ ആണ്, dQ/dt ആണ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 26 കഴിഞ്ഞു. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 27. എ കപ്പാസിറ്റർ ഈസ് ചാർജ്ഡ് ഫ്രം എ ബാറ്ററി. ആഫ്റ്റർ ഫുള്ളി ചാർജ് ദ ബാറ്ററി ഈസ് റിമൂവ്ഡ് and an identical uncharged capacitor is connected in parallel. The total energy of the combination is. നമുക്കൊരു കപ്പാസിറ്റർ ഉണ്ട്, അത് ഒരു ബാറ്ററി ഉപയോഗിച്ച് ഫുള്ളായിട്ട് നമ്മൾ എന്ത് ചെയ്തു? അതിൽ ചാർജ് ചെയ്തു. അങ്ങനെ ഫുൾ ചാർജ് ചെയ്തതിനു ശേഷം ആ ബാറ്ററീനെ നമ്മൾ റിമൂവ് ചെയ്തു. എന്നിട്ട് ഇപ്പോൾ ചാർജ് ചെയ്ത അതേപോലെയുള്ള ഒരു കപ്പാസിറ്ററിനെ, അൺചാർജ്ഡ് ആണ്, അതിൽ ചാർജ് ഒന്നുമില്ല, പക്ഷേ ഇതേ റേറ്റിംഗ് ഉള്ള, അതേ കപ്പാസിറ്റി ഉള്ള, അതേ കപ്പാസിറ്റൻസ് ഉള്ള ഒരു കപ്പാസിറ്ററിനെ നമ്മൾ ഇപ്പോൾ ഫുള്ളി ചാർജ് ചെയ്ത കപ്പാസിറ്ററുമായിട്ട് പാരലലായിട്ട് കണക്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആ കോമ്പിനേഷന്റെ എനർജി എത്രയാണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്കതൊന്ന് ഒരു പിക്ചറൈസ് ചെയ്യാം. ഇവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ട്. ഈ കപ്പാസിറ്ററിനെ നമ്മളൊരു ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യാണ്. ആ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ V എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് ഉണ്ടെന്ന് വിചാരിക്കുക. കപ്പാസിറ്ററിന്റെ C എന്ന് പറയുന്ന കപ്പാസിറ്റൻസ് ആണ്. അപ്പോൾ ഈ V എന്ന് പറയുന്ന ഈ വോൾട്ടേജ് കാരണം, അല്ലെങ്കിൽ ബാറ്ററി കാരണം, അതിലേക്കൂടെ ഒരു കറണ്ട് I എന്ന് പറയുന്ന ഒരു കറണ്ട് പോയി എന്ന് വിചാരിക്കുക. എന്നിട്ട് ഈ കപ്പാസിറ്റർ അത് ഫുള്ളി ചാർജായി, Q എന്ന് പറയുന്ന ഒരു ചാർജ് ഫുള്ളി ചാർജായി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ നിന്ന് ആരെ റിമൂവ് ചെയ്തു? ഇവിടെ നിന്ന് ഈ ബാറ്ററിനെ റിമൂവ് ചെയ്തു. അപ്പോൾ നമ്മുടെ സർക്യൂട്ട് എന്തായിട്ട് മാറും? ഈ ഒരു കപ്പാസിറ്റർ മാത്രമായിട്ട് നിൽക്കുകയാണ്. ഈ കപ്പാസിറ്ററിൽ ഇപ്പം എന്താ? ഫുള്ളി ചാർജ് ആണ്. ഫുള്ളി ചാർജ് എന്ന് പറയുമ്പോൾ ഫുൾ ചാർജ് Q അവിടെയുണ്ട്, കപ്പാസിറ്ററിന്റെ വാല്യൂ C ആണ്. ഓക്കെ ആണല്ലോ. ഈ ചാർജ് ഡിസ്ചാർജ് ആയി പോവോ? ഇല്ല. ഡിസ്ചാർജ് ആയി പോകണമെങ്കിൽ അതിന്റെ രണ്ട് ടെർമിനലിൽ കണക്ട് ചെയ്ത് ലോഡൊക്കെ വെക്കണം. അപ്പോൾ ഡിസ്ചാർജ് ആയി പോകാൻ
അവിടെ വഴിയില്ല, ട്രാപ്പ് ചെയ്ത് കിടക്കുകയാണ്. ക്യൂ എന്ന് പറയുന്ന ചാർജ് അവിടെ തന്നെയുണ്ട്. ഈ സമയത്ത് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഈ സമയത്ത് ഒരു ഇതേപോലെയുള്ള സി കപ്പാസിറ്റൻസ് ഉള്ള മറ്റൊരു കപ്പാസിറ്റൻസ് ഇവിടെ കൊണ്ടുവച്ചു. എന്നിട്ട് അത് രണ്ടും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? പാരലായിട്ട് കണക്ട് ചെയ്യുന്നു. ഇങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ അതാ ഇതും സി തന്നെയാണ്. ഈ ഒരു കോമ്പിനേഷന്റെ എനർജി എത്രയാണെന്നുള്ളത് കാണാനായിട്ടാണ് നമ്മുടെ ഇക്വേഷൻ. എനർജി എത്രയാണ്? നമുക്കറിയാവുന്ന എനർജിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹാഫ് സി വി സ്ക്വയർ ഉണ്ട്, അതേപോലെ തന്നെ ഹാഫ് ക്യൂ സ്ക്വയർ ബൈ സി ഉണ്ട്, അതേപോലെ ഹാഫ് ക്യൂ വി. ഇങ്ങനെ തന്നെയല്ലേ നോക്കുക, ചെക്ക് ചെയ്യുക ഇക്വേഷൻ തന്നെയല്ലേ എന്നുള്ളത്. സോ ഇത്രയും ഇക്വേഷൻസ് നമുക്കുണ്ട് അല്ലേ? ഹാഫ് ക്യൂ വി തന്നെയല്ലേ? അതായത് നമ്മൾ ഹാഫ് സി വി സ്ക്വയർ എന്ന് പറയുന്ന നമ്മുടെ ഇക്വേഷനിൽ ക്യൂ ഈസ് ഈക്വൽ ടു സി വി എന്ന് പറയുന്ന, ക്യൂ ഈസ് ഈക്വൽ ടു സി വി എന്ന് പറയുന്ന, സി വി രാമൻ ക്യൂ നിൽക്കുക എന്നുള്ള ഷോർട്ട് കട്ട് ആലോചിച്ചാൽ മതി. ക്യൂ ഈസ് ഈക്വൽ ടു സി വി. ക്യൂ എന്ന് പറഞ്ഞാൽ ചാർജ് ആണ്, സി എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റൻസ് ആണ്, വി എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ആണ്. അപ്പൊ ക്യൂ ഈസ് ഈക്വൽ ടു സി വിയിൽ നിന്ന് നമുക്ക് സിക്ക് ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ ക്യൂ ബൈ വി എന്ന് വരും. ഈ സിയുടെ ഇക്വേഷൻ നമ്മൾ ഈ ഇക്വേഷനിൽ കൊണ്ടിട്ടാൽ നമുക്ക് ഇ ഈസ് ഈക്വൽ ടു ഹാഫ് സിക്ക് പകരം ക്യൂ ബൈ വി ഇൻറ്റു വി സ്ക്വയർ. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താ വരിക? ഹാഫ് ക്യൂ വി. കണ്ടോ, ഇവിടെ വിയും വിയും ക്യാൻസൽ ആയി ഹാഫ് ക്യൂ വി എന്ന് വരും. അപ്പൊ അതൊരു ഇക്വേഷൻ ആണ്, അതാണ് നമ്മൾ ഇവിടെ എഴുതിയത്. ഓക്കെ, അതേപോലെ നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം കൂടി ചെയ്യാം. ഇത് മാറ്റിയിട്ട് ക്യൂ ഈസ് ഈക്വൽ ടു സി വി അല്ലേ? ക്യൂ ഈസ് ഈക്വൽ ടു സി വി എന്ന് പറയുന്ന സംഭവത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? വിക്ക് ഒരു ഇക്വേഷൻ കാണാം. വി എന്ന് പറഞ്ഞാൽ എന്താ വരിക? ക്യൂ ബൈ സി ആണ്. അപ്പൊ ക്യൂ ബൈ സി എന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇ ഈസ് ഈക്വൽ ടു ഹാഫ് സി അവിടെ ഉണ്ട്, വിക്ക് പകരം ക്യൂ ബൈ സി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താ വരിക? ഹാഫ് ക്യൂ സ്ക്വയർ ബൈ സി എന്നുള്ള രൂപത്തിൽ ഇക്വേഷൻ വരും. ക്യൂ സ്ക്വയർ ബൈ സി, അതാണ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ ഇക്വേഷൻ എനർജി കാണാനായിട്ട് ഇങ്ങനെ 3 ഇക്വേഷൻ നമുക്ക് എഴുതാം. അതിന്റെ ഡെറിവേഷൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏതായാലും നമുക്ക് ഇങ്ങനെ 3 ഇക്വേഷൻസ് ഉണ്ട്. ഈ ഒരു കോമ്പിനേഷന്റെ എന്ത് കണ്ടുപിടിക്കണം? നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഒരു കോമ്പിനേഷന്റെ എനർജി കണ്ടുപിടിക്കണം. ഒരു കപ്പാസിറ്റൻസിന്റെ മാത്രമല്ല. അപ്പൊ ഇവിടെ നമ്മൾ വെക്കുന്ന സമയത്ത് നമ്മുടെ ഇക്വേഷനിൽ ഇവിടെ എന്ത് വേണം? ഇവിടെ സി ഈക്വലന്റ് ആണ് വേണ്ടത്. അതേപോലെ തന്നെ ഇവിടെ വോൾട്ടേജിന് എന്തെങ്കിലും മാറ്റം വരുമോ നോക്കണം. അപ്പൊ നമുക്ക് ഇതിൽ ഏത് ഇക്വേഷൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷെ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഈ ഒരു പാരലൽ കോമ്പിനേഷന്റെ പാരാമീറ്റേഴ്സ് വേണം. കപ്പാസിറ്റൻസ് ആണെങ്കിലും ആ പാരലൽ കോമ്പിനേഷന്റെ കപ്പാസിറ്റൻസ്, വോൾട്ടേജ് ആണെങ്കിലും ആ പാരലൽ കോമ്പിനേഷന്റെ വോൾട്ടേജ്, ഇനി അതല്ല ചാർജ് ആണെങ്കിൽ ആ പാരലൽ കോമ്പിനേഷന്റെ ചാർജ്. ഈ രൂപത്തിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഇത് ചെയ്യാനായിട്ട്. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്യാം? ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒന്നെങ്കിൽ ഹാഫ് ക്യൂ സ്ക്വയർ ബൈ സി എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഹാഫ് സി വി സ്ക്വയറിൽ തന്നെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എനർജി കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഹാഫ് സി വി സ്ക്വയർ എടുക്കുന്നു. പക്ഷേ ഇവിടെ സി ഈക്വലന്റ് ആണ്. സി ഈക്വലന്റ് എന്ന് പറയുന്ന 2 കപ്പാസിറ്റൻസ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ അതിന്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 2C ആണ്. റെസിസ്റ്റൻസ് നേരെ തിരിച്ചെന്ന് പറഞ്ഞാൽ 2 R എന്ന് പറയുന്ന 2 റെസിസ്റ്റൻസ് പാരലായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ R/2 ആണ് അതിന്റെ ഇക്വലന്റ് വരിക. അതേസമയം കപ്പാസിറ്റർ ആണെങ്കിൽ 2 പാരലായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ സീരീസ് പോലെയാണ്, C+C ആണ് വരുന്നത്. അപ്പൊ 2C എന്ന് വരും. ഇൻറ്റു വി സ്ക്വയർ. വിക്ക് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? നമുക്കറിയാം, ഇവിടെ വി എന്ന് പറയുന്ന വോൾട്ടേജ് ചാർജ് ചെയ്തു അല്ലെ? ഈ വോൾട്ടേജ് മുഴുവനായിട്ടും, വി എന്ന് പറയുന്ന വോൾട്ടേജ് മുഴുവനായിട്ടും ഇവിടെ വരും. അപ്പൊ ഈ വോൾട്ടേജ് വി ആണെങ്കിൽ ആ വോൾട്ടേജ് എന്ത് ചെയ്യും? ഫുൾ വോൾട്ടേജ് അതിന് അതേ വോൾട്ടേജിലല്ല ഇപ്പൊ നിൽക്കുക. കാരണം എന്താ? അതിപ്പോ ഫുൾ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? വി ഇവിടെ ഉണ്ട്, അതേപോലെ തന്നെ വി എവിടെയും വരും, ഇതിനും വരും. ഓക്കെ, കാരണം എന്താ? 2 വോൾട്ടേജുകൾ, 2 കപ്പാസിറ്റൻസ് ആണ് വെച്ചിട്ടുള്ളത്. അപ്പൊ അവിടെയുള്ള വി എന്ന് പറയുന്നത് ഫുള്ളി ചാർജിനാണ്. അത് ഡിസ്ചാർജ് ആയിട്ട് ഇവിടെയും എന്ത് ചെയ്യും? അതേപോലെ. അപ്പൊ ഇതിന് രണ്ടിനും കൂടെ നമുക്ക് എന്ത് ചെയ്യാം? വി എന്നുള്ളതിന് പകരം ഇവിടെ V/2 ആയിട്ടാണ് മാറുക. പരസ്പരം കണക്ട് ചെയ്യുമ്പോൾ അതെന്തായിട്ട് മാറും? V/2 എന്ന് പറയുന്ന വോൾട്ടേജ്, അത് ഇവിടെയുള്ള വോൾട്ടേജ് വി എന്ന് പറയുന്ന വോൾട്ടേജ്, അത് ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇതിന്ന് ഡിസ്ചാർജ് ആയിട്ട് ഇവിടെ ഇവിടെയും ഇവിടെ പകുതിയാവും, ഇവിടെ രണ്ടും ഈക്വൽ ആകുന്നത് വരെ ഡിസ്ചാർജ് ചെയ്യും. അപ്പൊ ഇവിടെ V/2, ഇതും V/2, അപ്പൊ രണ്ടും ഈക്വൽ ആവും. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എഴുതുന്ന സമയത്ത് V/2 എന്നാണ് ഇത് വരിക. അപ്പൊ ഇക്വേഷൻ എന്താ വരിക? ഹാഫ് ഇൻറ്റു 2C ഇൻറ്റു വി സ്ക്വയർ ബൈ 4. അപ്പൊ ഇവിടെ 2 പോയി. അപ്പൊ ഇക്വേഷൻ എന്താ വരുന്നത്? ഇക്വേഷൻ വരുന്നത് 1/4 CV സ്ക്വയർ എന്ന 1/4 CV സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/2 ഇൻറ്റു 1/2 CV സ്ക്വയർ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ 1/2 CV സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ എനർജിയാണ്. സോ 1/2 നേരത്തെ പറ്റുന്ന എനർജി. അപ്പൊ നേരത്തെ എന്ത് എനർജി ആണോ, അല്ലെങ്കിൽ 1/2 ടൈംസ് ആണ് ഇവിടെ എനർജി വരുന്നത്. അപ്പൊ ഇവിടെ എന്താ ചോദ്യം എന്തായിരുന്നു? നമ്മുടെ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ദ ടോട്ടൽ എനർജി ഓഫ് ദ കോമ്പിനേഷൻ ഈസ്
ഡാഷ് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ആദ്യം ഒരു കപ്പാസിറ്റർ മാത്രം ഉണ്ടായിരുന്ന സമയത്ത് ഹാഫ് സി വി സ്ക്വയർ ആയിരുന്നു. ഇപ്പോൾ ഒരു കപ്പാസിറ്റർ പാരലൽ ആയിട്ട് കണക്ട് ചെയ്ത സമയത്ത് അതെന്തായിട്ട് മാറി? 1/4 സി വി സ്ക്വയർ, അതായത് ഹാഫ് സി വി സ്ക്വയർ ഉള്ളത് 1/4 അര ഉണ്ടായിരുന്നത് കാലായിട്ട് മാറി എന്ന് പറഞ്ഞാൽ അത് വീണ്ടും അര വീണ്ടും പകുതിയായി അല്ലെ? നേരത്തെ ഉണ്ടായിരുന്ന എനർജി എന്താ? അല്ലെങ്കിൽ 1/2 ഇൻറ്റു 1/2 സി വി സ്ക്വയർ, 1/2 സി വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? ഇ തന്നെയാണ്. സോ ഹാഫ് ഇ എന്ന് വന്നു. അപ്പൊ നേരത്തെ ഉണ്ടായിരുന്നത് എന്തായിട്ട് മാറി? പകുതിയായിട്ട് മാറി. ഇത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഹാഫ് ക്യൂ സ്ക്വയർ ബൈ സി എന്ന് പറയുന്ന ഇക്വേഷനിൽ ഇട്ടാലും ആൻസർ അവിടെ കിട്ടും. ഓക്കെ ആണല്ലോ? അപ്പൊ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. അപ്പൊ ഇതാണ് ഇവിടെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. ഇവിടെ ക്യൂ എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/2 ഇൻറ്റു ക്യൂ സ്ക്വയർ ബൈ 2c. അപ്പൊ എന്ത് കിട്ടും? 1/2 ഇൻറ്റു ക്യൂ സ്ക്വയർ ബൈ 2c. ക്യൂ സ്ക്വയർ ബൈ 2c എന്ന് പറഞ്ഞാൽ ഇ ആണ്. സോ 1/2 എന്ന് കിട്ടും. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കുക. ഇതാണ് ഇവിടെ ചെയ്യേണ്ടത്. സോ ആൻസർ എന്ന് പറയുന്നത് 2 മടങ്ങായിട്ട് കുറയും എന്നുള്ളതാണ് അവിടുത്തെ എനർജി എന്ന് പറയുന്നത്. അതായത് ഒരു കപ്പാസിറ്റർ ഒരു കപ്പാസിറ്റർ മാത്രം ഉണ്ടായിരുന്ന സമയത്ത് അതിൽ സ്റ്റോർ ചെയ്ത എനർജിയുടെ പകുതിയായിട്ട് മാറും. അപ്പൊ ഡിക്രീസസ് ബൈ എ ഫാക്ടർ ഓഫ് 2 എന്നുള്ളതാണ് കറക്റ്റ്